കൃഷ്ണ ഗുരുവായൂരപ്പ. നമസ്കാരം, സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വിഷ്ണു സഹസ്രനാമത്തിലെ കുറച്ച് നാമങ്ങൾ നോക്കാം. 501 മുതൽ 510 വരെയുള്ള നാമങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നാമം ജപിക്കുന്നത് നമുക്ക് ഒരു ശീലമാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മനോബലം വർദ്ധിക്കും എന്ന് ആചാര്യന്മാർ നമുക്ക് ഉപദേശിച്ചു തരുന്നുണ്ട്. അപ്പോൾ മനോബലം ഇന്നത്തെ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും നമുക്ക് ആ ഒരു ജീവിതത്തെ നേരിടുന്നതിനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് പലരും അനുഭവിക്കുന്നുണ്ട്. കാരണം പല പല സംഘർഷങ്ങളിലൂടെയും ഒക്കെ ഇന്നത്തെ ആധുനിക ലോകം കടന്നു പോകുമ്പോൾ അതെങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നാലേ നല്ല രീതിയിൽ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ വിഷ്ണു സഹസ്രനാമ ജപം എന്തിനെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുപോലെയുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു മനസ്സിന് ഒരു ബലം, ശക്തി എല്ലാം നൽകുകയും രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ സാത്വികമായ ഒരു ചിന്തകളിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുകയും അതുപോലെ സാത്വികമൂർത്തിയായിട്ടുള്ള വിഷ്ണു ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ആ ഒരു സാത്വിക ഗുണത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുകയും ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ശരിക്കും ഉപദേശിക്കുന്നത് ശരശയിൽ കുരുക്ഷേത്ര ഭൂമിയിൽ മൃത്യു കാത്ത് കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ പിന്നെ ധർമ്മപുത്രർക്കാണ് ശരിക്കും ഈ വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചത്. അപ്പോൾ ഭീഷ്മ പിതാമഹൻ പോലും വിഷ്ണു ഭഗവാനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ അത്രയും കാര്യമായിട്ട് തന്നെ ആരാധിച്ച് അല്ലെങ്കിൽ ആ ഒരു ഭഗവാനിൽ ലയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ആ ശരശയിൽ കിടന്നുകൊണ്ട് ഭഗവാനെ അവസാനം കണ്ടുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ടാണ് ആ ഭീഷ്മ പിതാമഹൻ പോലും ഈ ഒരു തൻ്റെ ഭൗതിക ശരീരം വെടിഞ്ഞത്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളതാണ് വിഷ്ണു സഹസ്രനാമം. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഭഗവത്ഗീത 10ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നാമജപങ്ങളിൽ എല്ലാ യജ്ഞങ്ങളിലും നമ്മൾ പലതരത്തിലുള്ള യജ്ഞങ്ങൾ നമുക്ക് അറിയാമല്ലോ, ഹോമങ്ങൾ, യജ്ഞങ്ങൾ. ഈ യജ്ഞങ്ങളിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠം ഏതാണ്? യജ്ഞാനാം ജപയജ്ഞോസ്മി, ഞാൻ ശ്രേഷ്ഠമായിട്ടുള്ള ജപയജ്ഞം തന്നെ ഞാനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ തന്നെ ജപയജ്ഞമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാന്റെ സ്വരൂപമാണ് ജപയജ്ഞം. അതുപോലെ നാമജപ സാധന ചിട്ടയായിട്ടും നിഷ്ഠയോടുകൂടി നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് പലതരത്തിലുള്ള നാമജപങ്ങൾ ഉള്ളത്. അതിലൊന്നാണ് സഹസ്രനാമം. പിന്നെ അഷ്ടോത്തര ശതനാമാവലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ മൂർത്തികൾക്ക് വേണ്ടിയും അതുപോലെ ശതനാമാവലികളുണ്ട്. അതെല്ലാം ജപിക്കുന്നത് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ വേണ്ടി തന്നെയാണ് എന്നും ഉള്ള ഒരു അറിവോടുകൂടി വേണം നമ്മൾ ഈ ജപയജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തെറ്റുകൂടാതെ നാമം ജപിക്കണം എന്ന് പറയുമെങ്കിലും നമ്മൾ അറിയാതെ ഒരു തെറ്റൊക്കെ വരുന്നത് അതൊരു പ്രശ്നമൊന്നുമല്ല. അത് വലിയ പാപമായിട്ട് കണക്കാക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അപ്പം നമ്മുടെ ഹിന്ദു സമൂഹത്തിന് പ്രത്യേകിച്ചും പല കാര്യങ്ങളിലും ഉള്ള അജ്ഞാനവും അന്ധവിശ്വാസവും കൂടുതലാണ്. നമ്മൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഭഗവാനിൽ മനസ്സ് അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്ന ഏതൊരാൾക്കും ഭഗവാൻ തുണയായിട്ടിരിക്കുമെന്നുള്ളത് ഒരു തർക്കമില്ലാത്ത അല്ലെങ്കിൽ ഒരു നിശ്ചയമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നത് മനസ്സിൻ്റെ ഏകാഗ്രതയും ബുദ്ധിയുടെ ലയവും നേടണമെങ്കിൽ ഈ സഹസ്രനാമം ജപിക്കുകയും വേണം, അത് മനനം ചെയ്യുകയും വേണമെന്ന് പറയും. അപ്പോൾ മനനം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. എന്താണ് ഈ നാമങ്ങൾ, അതെങ്ങനെയാണ് ജപിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക വേണം. അപ്പോൾ തെറ്റുകൂടാതെ നാമം ജപിക്കുന്നത് നല്ലതാണ്. ഇനി അഥവാ തെറ്റ് വന്നാലും അത് തുടക്കക്കാർക്കൊന്നും അതൊരു പ്രശ്നമല്ല. നമ്മൾ അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഏത് സമയത്ത് വേണമെങ്കിൽ ജപിക്കാം. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ജപിക്കും. അതാണ് നമ്മുടെ ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത.
അപ്പോൾ ഏറ്റവും പ്രധാനം അതിരാവിലെ ജപം ആണ് പ്രധാനം. എങ്കിലും അത് കഴിയാത്തവർക്ക് മറ്റ് നമ്മളെ മനസ്സ് സ്വസ്ഥമായി നമ്മുടെ മറ്റ് ജോലികളൊക്കെ തീർന്നാലും അപ്പോഴും ജപിക്കാം. ഇനി ഒന്നും കുളിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ജപിക്കാം. പോലുള്ള അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയും. അപ്പോൾ ചിദാനന്ദ പുരി സ്വാമികൾ പറയുന്ന എവിടെയൊക്കെ കേട്ടു, എപ്പോഴാണ് നാമം ജപിക്കാൻ പാടില്ലാത്ത, ഏത് പുലയുള്ളപ്പോൾ പാടില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ മരിക്കുമ്പോൾ ഒരു പുല വരുന്നുണ്ടല്ലോ, അതിന് മാത്രം നിങ്ങൾക്ക് ജപിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഇല്ലല്ലോ അപ്പോൾ ആ സമയത്ത്. അപ്പോൾ മാത്രമേ ജപിക്കാൻ പാടില്ലാത്തുള്ളൂ, ബാക്കി എല്ലാ സമയത്തും ജപിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ മറ്റ് ചിന്തകളെ ഒഴിവാക്കാനാണ് നമ്മൾ ഭഗവാന്റെ ലീലകളെയും ഭഗവാന്റെ നാമത്തെയും ഒക്കെ മനനം ചെയ്ത്, അതുപോലെ ഉച്ചത്തിൽ ലജ്ജ കൂടാതെ ജപിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പലയിടത്തും അങ്ങനെ പറയുന്നത് കേൾക്കാം. അതുകൊണ്ട് തന്നെ ഋഷിമാരൊക്കെ വളരെ ധ്യാനാവസ്ഥയിൽ ഇതെല്ലാം ഈ ജപങ്ങളൊക്കെ ഉരുവിട്ട് ഭഗവാന്റെ സൂക്ഷ്മ രൂപത്തെ ദർശിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫലപ്രാപ്തിക്ക് വേണ്ടി ഭക്തജനങ്ങൾക്കും അർത്ഥം അറിഞ്ഞുകൊണ്ട് അർത്ഥപൂർണമായിട്ട് മനനം ചെയ്യാനും ശ്രമിക്കാം. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ ഒരു സഹസ്രനാമ ജപം കൊണ്ട്, അല്ലെങ്കിൽ സഹസ്രനാമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് കൊണ്ട് നമ്മളും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 501 നാമം നോക്കാം. അപ്പോൾ ഇന്ന് നോക്കുന്ന ഭാഗം ശരീരഭൂതഭൃദ്ഭോക്ത കപീന്ദ്രോ ഭൂരി ദക്ഷിണ സോമപോ മൃതപസ്സോമ പുരുജിത്പുര സത്തമാ വിനയോ ജയ സത്യസന്തോ ദാശാർഹ സത്വദാമ്പതി. ആ ഒരു ശ്ലോകങ്ങളിൽ വരുന്ന 10 നാമങ്ങളാണ്. അപ്പം 501 നാമം കപീന്ദ്രഹ. കപി എന്ന് പറയുമ്പോൾ വരാഹം എന്നുള്ള അർത്ഥമാണ്. അപ്പം നമ്മൾ ഭഗവാന്റെ ആദ്യത്തെ അവതാരം നമ്മൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം ആ ഒരു രീതിയിലാണല്ലോ ദശാവതാരങ്ങൾ പറയുക. എന്നാൽ ശരിക്കും നമ്മൾ ഭാഗവത കഥ വായിക്കുമ്പോൾ ആദ്യത്തെ അവതാരം വരാഹമാണ്. അപ്പോൾ വരാഹം എന്ന അർത്ഥത്തിൽ ശ്രേഷ്ഠമായ വരാഹരൂപിയായിട്ടുള്ള ഭഗവാൻ. അപ്പോൾ കപി എന്ന് പറയുന്നതിന് കപീന്ദ്ര എന്നാണ് ഈ നാമം. കപീന്ദ്ര എന്ന് പറയുമ്പോൾ കപി വരാഹം, ആ കവികളുടെ ഇന്ദ്രൻ, വാനരശ്രേഷ്ഠൻ. അപ്പം നമ്മൾ വാനരശ്രേഷ്ഠനായിട്ട് ഭഗവാന്റെ പ്രിയ ഭക്തനായിട്ടുള്ള ശ്രീരാമ ഭക്തനായിട്ടുള്ള ഹനുമാനെ നമ്മൾ കപീന്ദ്രനായിട്ട് പറയുന്നുണ്ട്. അപ്പം അതെല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ കപി എന്ന പദത്തിന് കപീന്ദ്രൻ എന്ന് പറയുമ്പോൾ ആഞ്ജനേയൻ എന്നുള്ള അർത്ഥവും വരാം, വാനരശ്രേഷ്ഠൻ എന്ന അർത്ഥവും വരാം. അപ്പോൾ ഭഗവാന്റെ ഒരു വിഭൂതികളുടെ സമഗ്ര രൂപമാണത്രേ കപീന്ദ്രൻ എന്ന പദം. അപ്പോൾ കപി എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥം പറയുന്നത് സൂര്യൻ എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 12 ആദിത്യന്മാരുണ്ട്, ദ്വാദശാദി ആദിത്യന്മാർ. ദ്വാദശം 12, ദശം 10, ദ്വാദശം 12 സൂര്യന്മാരുണ്ട്. നമ്മളൊരു സൂര്യനെ അല്ലേ ശരിക്കും കാണുന്നുള്ളൂ. 12 സൂര്യന്മാരുണ്ട്. അതിൽ ശ്രേഷ്ഠനാണ് വിഷ്ണു. അതുകൊണ്ടാണ് പറയുന്നത് 10ാമത്തെ ചാപ്റ്ററിൽ 21ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ആദിത്യാനാം അഹം വിഷ്ണു എന്ന്. അപ്പോൾ 12 സൂര്യന്മാരിൽ ഭഗവാൻ ശ്രേഷ്ഠനായിട്ടുള്ള വിഷ്ണു തന്നെയാണ്. ഇനി 502ാമത്തെ നാമം ഭൂരി ദക്ഷിണ. ഈ യജ്ഞം സമാപിക്കുമ്പോൾ ബ്രാഹ്മണർക്കും ആചാര്യന്മാർക്കും അതുപോലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ ഗുരുവിനും ഒരു ദ്രവ്യം, ഭഗവാൻ നൽകുന്ന ദ്രവ്യം, നമ്മൾ എന്തെങ്കിലും ഒരു ദ്രവ്യം എന്ന് പറയുമ്പോൾ അത് വസ്തുവകകളാവാം, സമ്പത്താവാം, ആ ദ്രവ്യം ഭഗവാന്റെ സ്വരൂപമാണ് എന്നും യജ്ഞഫലം ലഭിക്കുന്നതിന് ഈ വസ്തു ഭഗവാന്റെ നമ്മൾ ഒരു അനുഗ്രഹം ആവശ്യമാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഭൂരി ദക്ഷിണ എന്ന് പറയുമ്പോൾ യജ്ഞസമാപ്തിയിൽ ബ്രാഹ്മണർക്കും ആചാര്യനും വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ ഗുരുവിനും നൽകപ്പെടുന്ന ദ്രവ്യം അത് ഭഗവാന്റെ സ്വരൂപമാണ്. അപ്പോൾ ഗുരുവിന് ദക്ഷിണ കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ഭഗവാന്റെ സ്വരൂപമാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു യജ്ഞസമാപ്തി, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഹോമങ്ങൾ, പൂജകൾ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ കൊടുക്കുന്ന ദക്ഷിണ അത് ഭഗവാന്റെ സ്വരൂപമാണെന്ന് പറയും. അപ്പോൾ ഇനി 403ാമത്തെ നാമം സോമപാഹ. സോമപാനം ചെയ്യുന്നവൻ എല്ലാ യാഗങ്ങളിലും
പൂജനീയനായ ദേവതയുടെ രൂപത്തിൽ സോമപാനം ചെയ്യുന്നത് ഭഗവാനാണെന്ന്. പാനം കുടിക്കുക എന്നാണ്. സോമപാനം ചെയ്യുന്നത് ഭഗവാനാണ്, അതാണ് സോമപഹ. ഇനി 504 അമൃതപഹ. ആത്മാ ആനന്ദമാകുന്ന അമൃതം പാനം ചെയ്യുന്നു ഭഗവാൻ. അത് ഒരു ആത്മാനന്ദമാണ് ഈ അമൃതം എന്ന് പറയുന്നത്. ആ അമൃത് പാനം ചെയ്യുന്നു ഭഗവാൻ. അപ്പം പാലാഴി മദന സമയത്താണല്ലോ അതിൻ്റെ സമാപ്തിയിലാണ് അമൃത കലശവുമായിട്ട് വന്ന മൂർത്തി. ആ മൂർത്തിയിൽ നിന്ന് ആ അമൃതം അസുരന്മാർക്കും ദേവന്മാർക്കും വേണം. അപ്പോൾ അസുരന്മാർ അത് തട്ടിക്കൊണ്ടുപോയി അതിൽ നിന്ന് അവരെ വീണ്ടെടുത്ത് ദേവന്മാരെ പാനം ചെയ്യിപ്പിച്ചതും ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ തന്നെ അത് സ്വയം പാനം ചെയ്തു. അതാണ് അമൃതപ എന്ന് പറയുന്നത്. അമൃതം ആനന്ദമാകുന്ന അമൃതത്തെ പാനം ചെയ്യുന്നവൻ. അപ്പോൾ ഭഗവാൻ തന്നെ ആനന്ദ സ്വരൂപനാണെന്ന് പറയുമല്ലോ. ഭഗവാനിൽ ദുഃഖത്തിൻ്റെ അംശമില്ല. അതുപോലെ തന്നെ ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്. ആനന്ദമാണ് ഭഗവാൻ. ആ ആത്മാനന്ദമാകുന്ന അമൃതം പാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. ഇനി 505 നാമം സോമഹ. സോമൻ്റെ രൂപത്തിൽ ഔഷധികളെ പോഷിപ്പിക്കുന്നവൻ എന്നർത്ഥം. അപ്പോൾ ചന്ദ്രൻ എന്നും പറയാം. പുഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വ രസാത്മക. സോമൻ ഭൂമിയിൽ വല്ലികളുടെയും ഔഷധികളുടെയും രൂപത്തിൽ വർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ എന്നുള്ള അർത്ഥമാണ് സോമഹ. സോമൻ്റെ രൂപത്തിൽ ഔഷധികളെയും പോഷിപ്പിക്കുന്നു ഭഗവാൻ എന്ന്. ഇനി 506 നാമം പുരുജിത്ത്. പുരു അനേകം എന്നുള്ള അർത്ഥമാണ്. അനേകം പേരെയാണ് പുരു എന്ന് പറയുന്നത്. അപ്പോൾ അനേകം പേരെ ജയിക്കുന്നവനാണ് പുരുജിത്ത്. ജിത്ത് എന്ന് പറയുമ്പോൾ ജയിക്കുന്നവൻ. ഭഗവാൻ എപ്പോഴും ജയിക്കുന്നവനാണ്. അതുകൊണ്ട് ഭഗവാന് കുറേ അങ്ങനെയുള്ള പേരുകളുണ്ട്. അജിത എന്നും മറ്റാരാലും തോൽപ്പിക്കപ്പെടാൻ കഴിയാത്തവൻ, അല്ലെങ്കിൽ എല്ലാ ശത്രുക്കളെയും ജയിക്കുന്നവൻ എന്നർത്ഥം അജിത. അപ്പോൾ അതിൻ്റെ വേറൊരു രൂപമാണ് പുരുജിത്ത്. അനേകം പേരെ ജയിക്കുന്നവൻ അല്ലെങ്കിൽ അനവധി ശത്രുക്കളെ ജയിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഭഗവാന് പുരുജിത്ത് എന്ന പേര്. പുരു എന്ന് പറയുമ്പോൾ അനേകം പേരെ, ജിത്ത് എന്ന് പറയുമ്പോൾ ജയിക്കുന്ന, അനേകം പേരെ ജയിക്കുന്നവൻ, അനേകം ശത്രുക്കളെ ജയിക്കുന്നവൻ. ജീവാത്മാവിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ജീവാത്മാവ്, ഓരോ മനുഷ്യനും ഒരു ജീവാത്മാവാണല്ലോ. അപ്പോൾ അതുപോലെ ആ ജീവാത്മാവിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളാണ്, ഇന്ദ്രിയ വിഷയങ്ങളാണ്, കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളാണ്. അങ്ങനെ ആയിരിക്കെ ഈ ശത്രുക്കളെയെല്ലാം ജയിക്കാൻ കഴിയുന്ന ജീവാത്മാവ്, ആ ഒരു ജീവാത്മാവായിട്ട് ഭഗവാന്റെ അംശം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ആ ഭഗവാൻ ജീവാത്മാവ് അത് ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. അപ്പോൾ മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന എന്ന് ഭഗവാൻ 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. കാരണം എൻ്റെ അംശം തന്നെയാണ് എല്ലാ ജീവനും. അതുകൊണ്ട് ജീവാത്മാവ് ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് എന്ന് പറയും. അതുകൊണ്ടാണ് എല്ലാ ശത്രുക്കളെയും, എല്ലാ ജീവാത്മാവിൻ്റെ ശത്രുക്കളെയും ജയിക്കുന്നവൻ, അതാണ് പുരുജിത്ത്. അനേകം പേരെ ജയിക്കുന്നവൻ, അതാണ് പുരുജിത്ത്. 507 നാമം പുരുസത്തമ. വിശ്വരൂപത്തോടുകൂടി, ബൃഹത്തായ രൂപത്തോടുകൂടി ഏറ്റവും ശ്രേഷ്ഠനായവൻ. സത്തമ എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠനായവൻ. പുരുസത്തമ എന്ന് പറഞ്ഞാൽ ബൃഹത്തായ രൂപത്തോടുകൂടി ഏറ്റവും ശ്രേഷ്ഠനായവൻ. പുരു എന്ന് പറയുമ്പോൾ വളരെ ഏറ്റവും കൂടിയ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ ബൃഹത്തായ രൂപത്തോടുകൂടി അല്ലെങ്കിൽ വിശ്വരൂപത്തോടുകൂടി ശ്രേഷ്ഠനായവൻ. ഈ പ്രപഞ്ചവും പ്രപഞ്ച ഘടകങ്ങളും ഒക്കെ ഭഗവാന്റെ സ്വരൂപമാണ് ഈ പ്രപഞ്ചം. ഈ വിരാട് രൂപം, ദർശനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിരാട് പുരുഷ രൂപത്തിൽ ഭഗവാനെ അർജുനൻ ആ യുദ്ധഭൂമിയിൽ ദർശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ ആ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നും സത്താണ്, ആ സത്യമാണ്, ഓരോന്നും സത്യമാണ്. എന്നാൽ അത് ബഹുരൂപങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ പലതും കാണുന്നു. ഇതെല്ലാം സത്യമാണ് എന്നും, എന്നാൽ ആ രൂപങ്ങളിൽ പരമസത്യമായിട്ടിരിക്കുന്നത് ഭഗവാനാണ്. അതാണ് പുരുസത്തമൻ.
അതായത് വിശ്വരൂപത്തോടുകൂടി ഏറ്റവും ശ്രേഷ്ഠനായിട്ട് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഇരിക്കുന്നവൻ ഭഗവാൻ, അതാണ് അർത്ഥം. 508 നാമം വിനയഃ, വിശേഷേണ നയിക്കുന്നവൻ. വി പ്ലസ് നയഃ എന്നാണ് അത് അങ്ങനെ പറയാം, വിനയഃ. അപ്പോൾ നയഃ എന്ന് പറയുമ്പോൾ നയിക്കുന്നവൻ, വി എന്ന് പറയുമ്പോൾ വിശേഷേണ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഈ ഒരു ലോകത്തിൽ ധർമ്മം രക്ഷിക്കാനാണല്ലോ ഭഗവാൻ ഉള്ളത്. അപ്പോൾ ധർമ്മം അതിൻ്റെ സുസ്ഥിതിക്കായിട്ട് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നവൻ ആണ് ഭഗവാൻ. അങ്ങനെ ജീവന്മാരെ ധർമ്മത്തിലേക്ക് നയിക്കുന്നു ഭഗവാൻ. അതിന് ഭഗവാൻ പല ജീവന്മാരെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള ലക്ഷ്യമെന്ന് പറയുന്ന ഭഗവത് പ്രാപ്തിയാണ് എന്നിരിക്കെ, ഈ ലോകത്ത് ഈ മായയിൽ എല്ലാവരും ഭ്രമിച്ച് കിടക്കുന്നു. എന്നാൽ ഒരു ജീവന്മാരെ ധർമ്മത്തിലേക്ക് ഭഗവാൻ പല അവതാരങ്ങളെടുത്തുകൊണ്ട് അധർമ്മത്തെ ഇല്ലാതെയാക്കുന്നു. അതുകൊണ്ടാണ് എവിടെയൊക്കെ അധർമ്മമുണ്ടോ അവിടെ ഭഗവാൻ അവതരിക്കുമെന്ന് പറയുന്നത്. ആ അവതാര സ്വരൂപത്തിൽ ഭഗവാൻ ഒരു അവതാരം എടുത്തുകൊണ്ട് ആ അവതാര രൂപത്തിൽ ഒരു മാതൃകയായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത് ഭഗവാനാണ്. അതിനാൽ ഭഗവാന്റെ നാമം വിനയഃ എന്ന്. അതായത് വിശേഷേണ നയിക്കുന്നവൻ. ഭഗവാൻ മറ്റുള്ളവരെ നയിക്കുന്നു, വിശേഷേണ നയിക്കുന്നു. അതാണ് വിശേഷേണ നയിക്കുന്നവൻ. അതെന്തിനാണ് അങ്ങനെ വിശേഷേണ ഭഗവാൻ നയിക്കുന്നത്? ധർമ്മം രക്ഷിക്കാനും മറ്റ് ജീവികളെയെല്ലാം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിനും ഭഗവാൻ വിവിധ അവതാരങ്ങളെടുത്ത് മാതൃകയായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാന്റെ നാമം വിനയഃ എന്ന്. ഇനി 509 നാമം ജയഃ. സകല ഭൂതങ്ങളെയും ഭഗവാൻ ജയിക്കുന്നു, അതാണ് ജയഃ. അജിതൻ എന്ന ഭഗവാന്റെ ഒരു നാമം ഉണ്ട്. അത് മറ്റാർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഉത്കർഷ സിദ്ധിയാണ് ജയം. ഏറ്റവും വലിയ നേട്ടം അതാണ് ജയം എന്ന് പറയുന്നത്. ഭക്തർക്ക് ഏത് സംരംഭത്തിലും ജീവിതത്തിലും ഉത്കർഷം, അതുപോലെ വിജയം, ഏറ്റവും വലിയ വിജയം, ഇതൊക്കെ നേടിക്കൊടുക്കുന്നു. അതുപോലെ ആനന്ദം പ്രദാനം ചെയ്യുന്നു. ആനന്ദമാണ് ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് നേടിക്കൊടുക്കുന്നു, ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം നേടിക്കൊടുക്കുന്ന ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ ജയത്തിൻ്റെ തന്നെ രൂപമാണ്. ഭഗവാൻ തന്നെയാണ് വിജയത്തിൻ്റെ ഒരു സ്വരൂപമാണ്. ജയം എന്ന് പറയുന്നതിൻ്റെ സ്വരൂപം ഭഗവാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആനന്ദത്തിൻ്റെ സ്വരൂപം ഭഗവാനാണ്, അതുപോലെ ജയത്തിൻ്റെയും സ്വരൂപം ഭഗവാനാണ്. ഇനി 510 നാമം സത്യസന്ധ. ഏതൊരു ഭഗവാന്റെ സത്യമായിരിക്കുന്നവ അതാണ് സത്യസന്ധൻ. അതായത് പ്രതിജ്ഞ എന്ന് പറയും. അപ്പോൾ സത്യമായിരിക്കുന്ന പ്രതിജ്ഞയോടുകൂടിയവൻ ഭഗവാൻ സത്യസങ്കല്പനാണെന്ന് പറയും. ചാന്തോക്യോപനിഷത്തിൽ പറയുന്നുണ്ട്, സഹ സത്യകാമ സത്യസങ്കല്പഃ എന്ന്. ഭഗവാൻ സത്യവ്രതനുമാണ്. എന്നാൽ ഭഗവാൻ തൻ്റെ ഭഗവാൻ നൽകുന്ന വരങ്ങളെയും അതുപോലെ തന്നെ ഭക്തൻ ഉരുവിടുന്ന വാക്കുകളെ പോലും സത്യമാക്കി തീർക്കുന്നവനാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ യഥാർത്ഥ ഭക്തനാണെങ്കിൽ ഭഗവാന്റെ ആ ഭക്തൻ ഉരുവിടുന്ന വാക്കുകളെ പോലും ഭഗവാൻ സത്യമാക്കി തീർക്കും. അതുകൊണ്ടാണ് യാതൊരു ഭഗവാന്റെ പ്രതിജ്ഞ സത്യമായിരിക്കുന്നുവോ അതാണ് സത്യസന്ധൻ. അപ്പോൾ ചാന്തോക്യോപനിഷത്തിൽ പറയുന്നത് ഭഗവാൻ തന്നെ സത്യ കാമഃ സത്യസങ്കല്പഃ ആണ്. ആ സഹ എന്ന് പറയുമ്പോൾ ഭഗവാൻ സത്യവ്രതനുമാണ്. അതുപോലെ നൽകുന്ന വരങ്ങളെയും അതുപോലെ ആ ഭക്തൻ തൻ്റെ യഥാർത്ഥ ഭക്തൻ ഉരുവിടുന്ന വാക്കുകളെ പോലും സത്യമാക്കി തീർക്കുന്നവനാണ് ഭഗവാൻ. ഇത്രയും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നാമങ്ങളാണ് ഭഗവാന്റെ ഓരോ നാമവും. അപ്പോൾ ആ നാമങ്ങൾ അത് പറയാനൊരു ഭാഗ്യം എനിക്ക് ഭഗവാൻ തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. പിന്നെ നമ്മൾ നോക്കിയ ഭാഗം
ശരീരഭൂതഭൃദ്ഭോക്ത കപീന്ദ്രോ ഭൂരി ദക്ഷിണ സോമപോ മൃതപ സോമ പുരജിത് പുരുസത്തമ വിനയോജയ സത്യസന്തോ ജാശാർഹ സാത്വദാമ്പതി. ആ ഒരു ഭാഗത്ത് വരുന്ന 10 നാമങ്ങൾ അതിൻ്റെ അർത്ഥമാണ്. നമ്മൾ 501 മുതൽ 510 വരെയുള്ള നാമങ്ങളും അതിൻ്റെ അർത്ഥമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.